നിങ്ങൾ ഏത് അമ്പലത്തിൽ നിന്നാ വരുന്നേ? ഞാൻ ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിലാ മോളെ പോയത്. അവിടെ അമ്മയെ കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല. എന്താ എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു വെപ്രാളം പോലെ? സുശീല മിണ്ടാതെയും പറയാതെ ഇറങ്ങിപ്പോയതാണോ? അതെ ഭാനുമ്മേ, രാവിലെ എണീറ്റ് നോക്കുമ്പോ അമ്മയെ കാണാനില്ല. സത്യേട്ടനെ ശ്യാമോ അന്വേഷിച്ചു പോയിരിക്കുക. ഈശ്വരാ, ഇവൾ എന്ത് പണിയായി കാണിച്ചു? എന്റെ ദൈവമേ, അവര് വരുന്നുണ്ട്. എന്തേ സത്യേട്ട, അമ്മയെ കണ്ടോ? ഇല്ല, അമ്മ രാവിലെ ബാഗുമായിട്ട് ഓട്ടോ കയറി പോകുന്നത് പത്രം ഇടുന്ന പയ്യൻ കണ്ടുന്നു. സോനെ, നിന്റെ കയ്യിൽ ഹർഷയുടെ നമ്പർ ഉണ്ടോ? അല്ല, ആന്റി അവളുടെ അടുത്ത് പോയിരിക്കാനാ സാധ്യത. ആ അത് ശരിയാ, ഇപ്പൊ അവിടെയാണല്ലോ അവളുടെ താവളം. എന്റെ ഫോണിൽ അവരുടെ പഴയ നമ്പർ ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. ഏട്ടനാ വിളിക്കുന്നേ. എടുക്ക്. ഹലോ ഏട്ടാ. എടാ, അമ്മ ഇവിടെ ഉണ്ട്. എവിടെ എവിടെ വെച്ച് ഏട്ടൻ അമ്മയെ കണ്ടത്? എടാ, അമ്മ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നത്, എൻ്റെ വീട്ടിലേക്ക്. ഓഹോ, ഏട്ടന്റെ വീട്ടിലേക്കായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും ആരോടെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിക്കൂടായിരുന്നോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എടാ, അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറങ്ങിയതാന്നാ പറഞ്ഞേ. ഇനി കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കാന്നാ പറഞ്ഞേ. ഇനി അമ്മയ്ക്ക് നിങ്ങളുടെ സമാധാനം കൂടി കളയണം. എടാ, അപ്പൊ ശരി, നീ വെച്ചോ. പിന്നെ കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ. ശരി. ഏട്ടൻ അമ്മയെ ഏറ്റെടുത്ത പിന്നെ ഞാനെന്ത് പറയാനാ? ശരി. അവസാനം അമ്മ ഉദ്ദേശിച്ചെടുത്ത് തന്നെ ചെന്നെത്തി. അനുവേട്ടത്തിന്റെ കഷ്ടകാലം ഇതുവരെ തീർന്നില്ലെന്ന് തോന്നുന്നു. അമ്മ അകത്തേക്ക് വാ. ചേച്ചിക്ക് പണി തരാനുള്ള ആളെത്തിയല്ലോ. സ്ഥിരതാമസത്തിന് വന്നേക്കുവല്ലേ? സ്ഥിരമായിട്ട് ആരെങ്കിലും ഒരാളെ ഇവിടെ താമസിക്കും, ഒന്നുകിൽ അവര് അല്ലെങ്കിൽ ഞാൻ. അനുചേച്ചി ആള് ബോൾഡ് ആയല്ലോ. ഇന്ദ്രേട്ടൻ കൂടെ നിൽക്കോ? അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ഔട്ടാവുന്നത്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ ഒഴിവുണ്ടോന്ന് നോക്കാല്ലേ? നീ ധൃതി വെക്കല്ലേ, ടൈമുണ്ടല്ലോ. നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുന്നു.